നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾക്ക് അറിയില്ല, നമ്മുടെ 2-ന്റെയും 5-ന്റെയും 10-ന്റെ ഒക്കെ കോയിൻസ് പോലെ 2 ആഴ്ച മുമ്പ് നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റ് 100-ന്റെ ഒരു കോയിൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. 100-ന്റെ കുറച്ച് കോയിൻസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ചില പ്രധാനപ്പെട്ട ഇവന്റ്സിന്റെ ഭാഗമായിട്ട്, അത് ചില പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഒക്കെ ബർത്ത്ഡേന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ലിമിറ്റഡ് എഡിഷൻസിൽ കുറച്ച് കോയിൻസും കാര്യങ്ങളൊക്കെ വെറൈറ്റി ആയിട്ട് ഇറക്കാറുണ്ട്. ആഫ്രിക്കനേക്കാൾ ദരിദ്രമായി ഇന്ത്യയിലെ ആളുകൾ അത്തരത്തിൽ തമ്മിൽ തല്ലി മരിക്കും, ഇന്ത്യ തകർന്നു പോകും എന്നൊക്കെയായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ലോകത്തിലെ പല വിദഗ്ധരും വിലയിരുത്തുന്നത് കേട്ടോ. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ഒരു കംബാക്ക്, ഗ്രീൻ റവല്യൂഷൻ കാരണം നമ്മുടെ ഒരു കംബാക്ക് തന്നെയായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം വിദഗ്ധർ വിലയിരുത്തിയതുപോലെ നമ്മുടെ പട്ടിണി തന്നെ ആയിരുന്നു കേട്ടോ. നമ്മുടെ കേരളത്തിൽ പോലും ഭക്ഷണമൊന്നും ഇല്ലായിരുന്നു, അമേരിക്കൻ മാവുകളായിരുന്നു നമ്മൾ ഇറക്കാറുണ്ടായിരുന്നത്. അത്തരത്തിലെ പട്ടിണി കിടന്ന് ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. എന്നാണെങ്കിലും പിന്നീട് ഗ്രീൻ റവല്യൂഷൻ, അത് MS സ്വാമിനാഥന്റെ ഒക്കെ അണ്ടറിലായിട്ട് ആക്ച്വലി രാസവളങ്ങൾ, കീടനാശിനികൾ, ഹൈ ഈൽഡ് ക്രോപ്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അത് സക്സസ് ആയതോടു കൂടി നമ്മളിവിടെ എന്താ പറയുക, ധാന്യങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് കയറ്റി അയക്കാൻ കഴിയുന്ന അത്ര മാത്രം, അതായത് നമ്മുടെ പട്ടിണി മാറ്റി എന്ന ഒരു ദൈവത്തിൻ്റെ, ഒരു MS സ്വാമിനാഥൻ എന്ന ഈ ഒരു മനുഷ്യൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂലൈ 11-ാം തീയതി. അത് തന്നെ 100ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു 100-ന്റെ കോയിനും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ആക്ച്വലി നമ്മളെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിനേക്കാൾ എപ്പോഴും തന്നെ ഓർത്തിരിക്കേണ്ട നമ്മുടെ പട്ടിണി മാറ്റിയെന്ന ഒരു മനുഷ്യനാണ് MS സ്വാമിനാഥൻ. എല്ലാവരും തന്നെ ഓർത്തിരിക്കുക.